നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായ് പാം ജുമൈറ 10 മിനിറ്റ്, മണിക്കൂറിൽ വേഗം 320 കിലോമീറ്റർ, 5 പേർക്ക് സഞ്ചരിക്കാം. എയർ ടാക്സി ആദ്യ സ്റ്റേഷൻ ഉടൻ. പെട്രോൾ കാറുകൾ ഇലക്ട്രിക് ആക്കാം, ഇനി പകുതി ചെലവിൽ ഇഷ്ടവാഹനം സ്വന്തമാക്കാം. പിന്നിൽ ദുബായിലെ മലയാളി വ്യവസായി. വായ്പാ നിരക്കുകൾ കുറച്ച് സൗദി സെൻട്രൽ ബാങ്ക്. അൽ ഫുജാനിലെ അപ്പാർട്ട്മെന്റ് നിർമ്മാണം പൂർത്തിയാക്കി നബ്നി. റിയാദിൽ ഇവി ഓട്ടോ ഷോ 2024 മൂന്നാം പതിപ്പ് ആരംഭിച്ചു. ഒമാനിലെ പ്രമുഖ ഭക്ഷ്യവിതരണ സ്ഥാപനത്തിന്റെ ചെയർമാനായ മലയാളി വ്യവസായി അന്തരിച്ചു. ഗ്രഹാതുര ഓർമ്മകളിൽ വീണ്ടും കഫേ പൾസിൽ ഒത്തുകൂടി റൂവിയിലെ പ്രവാസികൾ. ദുബായ് പാം ജുമൈറ 10 മിനിറ്റ്, മണിക്കൂറിൽ വേഗം 320 കിലോമീറ്റർ, 5 പേർക്ക് സഞ്ചരിക്കാം. എയർ ടാക്സി ആദ്യ സ്റ്റേഷൻ ഉടൻ. 2026 ആദ്യ പാദത്തിൽ ദുബായിൽ എയർ ടാക്സി സർവീസ് ആരംഭിക്കുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ആദ്യ സ്റ്റേഷൻ ഉടൻ പ്രഖ്യാപിക്കുമെന്നും സൂചിപ്പിച്ചു. തുടക്കത്തിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, പാം ജുമൈറ, ദുബായ് മറീന, ദുബായ് ഡൗൺ ടൗൺ എന്നിവിടങ്ങളിൽ നിന്നും 4 എയർ ടാക്സികൾ സർവീസ് നടത്താനാണ് പദ്ധതി. പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ ഒരു പൈലറ്റിനെയും 4 യാത്രക്കാരെയും വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് എയർ ടാക്സികളാണ് സേവനത്തിന് ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. പെട്രോൾ കാറുകൾ ഇലക്ട്രിക് ആക്കാം, ഇനി പകുതി ചെലവിൽ ഇഷ്ടവാഹനം സ്വന്തമാക്കാം. പിന്നിൽ ദുബായിലെ മലയാളി വ്യവസായി. നിലവിലെ പെട്രോൾ വണ്ടി മാറ്റി പുതിയ ഇലക്ട്രിക് വാഹനം വാങ്ങാൻ പോകുകയാണോ? ഒരൽപ്പം കാത്തിരുന്നാൽ നമ്മുടെ പെട്രോൾ വണ്ടി തന്നെ ഇലക്ട്രിക് ആക്കാം, അതും പുതിയ വണ്ടിയുടെ പകുതി ചെലവിൽ. ദുബായിലെ മലയാളി വ്യവസായി സാഖ് ഫൈസലാണ് ഈ സ്റ്റാർട്ടപ്പ് ആശയത്തിന് പിന്നിൽ. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം ബോഡിയും ഷാസിയും അതേപടി നിലനിർത്തി പൂർണ്ണമായും ഇലക്ട്രോണിക് വാഹനമായി മാറ്റിയെടുക്കുന്നതാണ് സാഖിന്റെ സ്റ്റാർട്ടപ്പ് ഐഡിയ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. വായ്പാ നിരക്കുകൾ കുറച്ച് സൗദി സെൻട്രൽ ബാങ്ക്. സൗദി സെൻട്രൽ ബാങ്ക് വായ്പാ നിരക്കുകൾ 1% കുറച്ചു. സാമ്പത്തിക സുസ്ഥിരത കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് നിരക്കിൽ കുറച്ച് 5.5% റിവേഴ്സ് റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് നിരക്കിൽ കുറച്ച് 5% സൗദി സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചതായി സെൻട്രൽ ബാങ്ക് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. അൽ ഫുജാനിലെ അപ്പാർട്ട്മെന്റ് നിർമ്മാണം പൂർത്തിയാക്കി നബ്നി. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ നബ്നി ഡെവലപ്മെന്റ്സ് അൽ ഫുർജാൻ ജില്ലയിലെ അവന്യൂ റെസിഡൻസ് 4ന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറി. 13 നില കെട്ടിടത്തിൽ 135 അപ്പാർട്ട്മെന്റുകളാണുള്ളത്. ഇതിൽ 64 ഒറ്റമുറി, 61 ഇരട്ടമുറി അപ്പാർട്ട്മെന്റുകളുമുണ്ട്. 3 മുറി അപ്പാർട്ട്മെന്റുകൾ 10 എണ്ണമുണ്ട്. ഡിസ്കവറി ഗാർഡൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും നേരിട്ട് എത്തിച്ചേരാവുന്നതാണ് അവന്യൂ റെസിഡൻസ് 4. ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, കുട്ടികൾക്കുള്ള കളിസ്ഥലം ഉൾപ്പെടെ പൊതു സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. റിയാദിൽ ഇവി ഓട്ടോ ഷോ 2024 മൂന്നാം പതിപ്പ് ആരംഭിച്ചു. ഇവി ഓട്ടോ ഷോ 2024 മൂന്നാം പതിപ്പ് റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു. ഇലക്ട്രിക് വാഹന മേഖലയെ ഉയർത്തിക്കാട്ടുകയാണ് എക്സിബിഷന്റെ ലക്ഷ്യം. ഇലക്ട്രിക് ബസ്, അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പൊതുഗതാഗത പദ്ധതികളും ഉടൻ നടപ്പിലാക്കും. ഇലക്ട്രിക് വാഹന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പ്രത്യേക ഓഫറുകളും വർക്ക്ഷോപ്പുകളും പ്രദർശനത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഒമാനിലെ പ്രമുഖ ഭക്ഷ്യവിതരണ സ്ഥാപനത്തിന്റെ ചെയർമാനായ മലയാളി വ്യവസായി അന്തരിച്ചു. ഒമാനിലെ പ്രമുഖ ഭക്ഷ്യവിതരണ സ്ഥാപനമായ നൂർ ഗസൽ ചെയർമാൻ തൃശൂർ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി സലീം പറക്കോട്ട് അന്തരിച്ചു. അസുഖബാധിതനായി നാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലിയുണ്ടായിരുന്ന PB സലീം 1987 പുതിയ സാധ്യതകൾ തേടി ഒമാനിലെത്തിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഗ്രഹാതുര
ഗൃഹാതുര ഓർമ്മകളിൽ വീണ്ടും കഫേ പൾസിൽ ഒത്തുകൂടി റൂവിയിലെ പ്രവാസികൾ. രാത്രി വൈകുവോളം ജോലിയിൽ തുടരുന്ന പ്രവാസികൾക്ക് നബിദിനാഘോഷങ്ങളുടെ ഗൃഹാതുര അനുഭവങ്ങളും നാടിന്റെ ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിന് വീണ്ടും വേദിയൊരുക്കി കഫേ പൾസ്. ICF-ഉം റൂവി അൽ കൗസർ മദ്രസയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ഫിസ് ഐറ്റംസ്, ഹൈപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അപൂർവ സംഗമമായി കഫേ പൾസ്. റൂവി അൽ ഫാൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.